ഗിരിശൃംഗങ്ങൾ കാവൽ നിൽക്കും ഹരിതഗാന്ധി തൻ സാമ്രാജ്യം. കൊത്രതി തീർത്തൊരു കോട്ടയ്ക്കുള്ളിൽ വിജയനഗരമാ രാജ്യം. ചെങ്കുത്തായൊരു മലനിരകൾ തൻ ഗർഭപാത്രത്തിൽ പൂത്തുലഞ്ഞു. കരിങ്കല്ലിൽ കൊത്തിയ ശില്പങ്ങൾ പോലെ നഗരം കണ്ണിനു വിരുന്നായി. അവിടെ വാണു മന്ദര എന്നൊരു തന്ത്രശാലിനി സുന്ദരി. ബുദ്ധിയിൽ മില്ലും താരകം പോലെ നീതിപാലന ചാതുരി. കൊട്ടാരത്തിൻ ഗൂഢതയാർന്നൊരു രഹസ്യ സങ്കേതത്തിനുള്ളിൽ ആരുമറിയാതന്തോ കാത്തു റാണി തൻ വിശ്വസ്തർക്കൊപ്പം. ബലിപ്പുരത്തെ മൈത്രിരെ രാജൻ മോഹിച്ചു ഈ രാജ്യത്തെ. നേർക്കുനേർ പൊരുതാനാവില്ലെന്നറിഞ്ഞു ചതിയൊരുക്കി. പരിശീലനം സിദ്ധിച്ച നൂറുകണക്കിൻ സേനാപക്ഷികൾ വാനിലുയർന്നു വിജയനഗരത്തിൻ ശാന്തതയെ പിടർത്തി. വിജയഭേറിയൻ വിജയുതി മൈത്രേയൻ മലകൾ കയറി. സൈന്യസമവേതം അഹങ്കാരത്താൽ വിജയക്കൊടി സ്വപ്നം കണ്ടു. പടയാളികൾ വഴിയിലില്ലാതു കണ്ടവൻ ഗർവിൽ ചിരിച്ചു. തൻ വിജയം 100% മുന്നേറി. കൊട്ടാരവാതിൽ കലെത്തിയ നേരം കണ്ടു മന്ദരയെ. ആത്മവിശ്വാസം വരിഞ്ഞു മുറുക്കിയ പുഞ്ചിരി തൂകി നിൽപ്പു. ക്ഷണനേരത്തിനുള്ളിൽ മൈത്രേയൻ ബന്ധനസ്ഥനായി. തന്റെ പരുന്തുകൾക്കെന്തു പത്രിയെന്നവൻ വിരലുകടിച്ചു. ബലിപ്പുരത്തെ ചാരന്മാരയച്ചാകാശക്കുറിമാനം കണ്ടു. റാണി നേരത്തെ തന്നെ അറിഞ്ഞു ചതിയുടെ പത്മവ്യൂഹം. പരുന്തുകളെ നേരിടാൻ വിട്ടു തന്റെ വിഷത്തെ നീച്ചകളെ. അവയുടെ മൂർച്ചയുള്ള കുത്തുകളേറ്റു പക്ഷികൾ വാനിൽ വീണു. ശേഷിച്ചവയെ മന്ദര തന്റെ സൈന്യത്തിൻ ഭാഗമാക്കി. മൈത്രേയനെ കൊണ്ടൊരു സന്ദേശം ബലിപ്പുരത്തേക്കയപ്പിച്ചു. മന്ദരയാണ് നിൻ ഭരണാധികാരി എന്നു കുറിച്ചു. രക്തം ചിന്താതൊരു തുള്ളി പോലും നാടു കീഴടക്കി. കാലങ്ങളോളം ചതിയെ തോൽപ്പിച്ച തന്ത്രങ്ങൾ മെനഞ്ഞു. ബുദ്ധിമതിയാം റാണി മന്ദര നാടുവാണു വാഴ്ത്തപ്പെട്ടു. ആയുധത്തേക്കാൾ മൂർച്ചയുണ്ടെന്നു തെളിയിച്ചു ബുദ്ധിക്ക്. വിജയനഗരത്തിൻ കീർത്തിഗാഥ ഇന്നും മലതല്ലും